കുറച്ച് അരിയിൽ വെള്ളമൊഴിച്ച് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അതിന് എന്തൊക്കെ അനുകൂല സാഹചര്യങ്ങൾ വേണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും. അതായത് ഒരു അരി വേവാൻ വേണ്ടത്ര വെള്ളം വേണം, നല്ല തീ വേണം, നല്ല കാറ്റ് വേണം. ഇത് മൂന്നും എങ്ങനെ അനുകൂലമായിട്ട് യോജിച്ച് നിന്നാലാണോ ആ അരി വേണ്ട രീതിയിൽ വേവുന്നത്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള അഗ്നിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വേണ്ടത്ര അളവിലുള്ള ജലാംശം ചെല്ലണം, അതിൽ വേണ്ടത്ര സ്ഥലത്തിൽ വായുവിന് വേണ്ട സഞ്ചാരത്തിനുള്ള വേണം, വേണ്ടത്ര അഗ്നി വേണം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തും നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ദഹനശക്തി ബാധിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ദഹനശക്തി കുറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ അംശത്തിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ, സാധാരണ ചൂർണ്ണങ്ങളാണ് അതിന് ഏറ്റവും നല്ലത്. നമ്മളൊരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹനം അത്ര ശരിയാവുന്നില്ല, പ്രധാനമായിട്ടും നമ്മൾ വെള്ളത്തിനായിട്ട് അനുബന്ധപ്പെട്ടാണ് തോന്നുന്നതെങ്കിൽ നമുക്കിന്ന് സാധാരണ ഉപയോഗിക്കാം. അഷ്ടചൂർണ്ണം വളരെ നല്ലതാണ്, ഹിംഗോജാതി ചൂർണ്ണം നല്ലതാണ്. ഇങ്ങനെയുള്ള ചൂർണ്ണങ്ങൾ, പൊടികൾ പൊതുവെ അതിലുള്ള ക്ലേദാംശത്തിനെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശത്തിനെ സ്വീകരിക്കുകയും അപ്പോൾ അതിന് ദഹനശക്തി വീണ്ടും ഒന്ന് ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അതേസമയം അതിൽ കാറ്റാണ്, വായുവാണ് അതിന് വേണ്ട രീതിയിൽ അഗ്നിക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. നമ്മുടെ ദഹനശക്തി വായുവിന് ആനുലോമ്യം ഉണ്ടാക്കുന്ന വസ്തുക്കളായിരിക്കും വേണ്ടവർ. ചിലപ്പോൾ ധന്വന്തരം ഗുളിക, പലരും ഭക്ഷണം കഴിച്ച് എനിക്ക് തേട്ടി വരുന്നുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ ഗ്യാസ് പോലെ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വായുവിനെ അനുലോമിപ്പിക്കുക വേണ്ടു. തീയിനെ നമ്മളൊന്നും ചെയ്യേണ്ട, കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉപദ്രവിക്കണം. അപ്പോൾ വായുവിനെ അനുലോമിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളെ വേണ്ടു. അല്ല, മൂന്നാമതൊന്ന് തീ തന്നെ യഥാർത്ഥത്തിൽ കത്തുന്നില്ല എങ്കിൽ നമ്മൾ ആ തീയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ദീപനപാചനങ്ങളായിട്ടുള്ള ചുക്കമുളക്, തിപ്പലി പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇതാവും. അപ്പോൾ കഴിക്കുന്ന ഔഷധത്തിന് ഇവിടെ ഉണ്ടാകുന്ന ദഹനശക്തിയുടെ വൈവിധ്യത്തിനനുസരിച്ച് നമുക്ക് പലതരത്തിൽ അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് അതിൻ്റെ ജലാംശമായിട്ട്, ഒന്ന് അതിൻ്റെ തീയായിട്ട്, ഒന്ന് അതിൻ്റെ വായുവായിട്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ആവശ്യമാണ്. അതുപോലെ നമ്മൾ കഴിച്ച ആഹാരം വേണ്ടതുപോലെ ദഹിക്കുന്നതിനും അനുകൂലമായ സാഹചര്യം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ രോഗങ്ങളെ ചെറുക്കാം. ദഹനം ഇല്ലാതെ വരുന്ന ഒരാളിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാകും, വോമിറ്റിങ്, ഛർദി, തലവേദന, അതുപോലെ വയറ് വീർത്ത് വരിക, ഭയങ്കരമായ കനം തോന്നുക, അലസത, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ എന്ന് പറയുക, ശരീരം തളരുക. ഈ അവസ്ഥ, അതായത് ബോഡി കിട്ടുന്ന ഈ ആഹാരം അബ്സോർപ്ഷൻ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദഹനം ശരിയായിട്ട് നടന്നില്ലെങ്കിൽ ആമം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആ ആമാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടെങ്കിലും പോകണ്ടേ, ഛർദ്ദിച്ച് പോകാൻ തോന്നും. അതായത് ബോഡിക്ക് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് എക്സസ് ആയിട്ടുള്ളതിനെ വെളിയിലേക്ക് തള്ളുക എന്ന് പറയുന്ന ബോഡിയുടെ സ്വയമേവ ഉള്ള ആ സ്വഭാവം അവിടെ ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരികയാണ്. അതിന് ശരിക്കും പ്രവർത്തിക്കാനുള്ള ശേഷി ഇല്ലാതെ വരികയാണ്. അതിപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകിൽ അത് ഛർദ്ദിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ വയറിലേക്ക് കളയുക. ചികിത്സ അത് തന്നെ വേണ്ടത്, ഛർദ്ദിച്ച് കളയുക തന്നെയാണ് വേണ്ടത്. അതിനുശേഷം ദഹനം ഉണ്ടാകുന്നതിന് കടുക് പൊരിച്ചിട്ട് വെള്ളം കൊടുത്താൽ മതി. കടുക് പൊരിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ചെറിയ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദഹനം ശരിയാകും. അയമോദം, കൂടുതൽ വയറിളകുകയാണെങ്കിൽ സ്വല്പം അയമോദം പൊരിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഡൈജഷനും നല്ലതാണ്, വയറ്റിളക്കം നിൽക്കാൻ. പെട്ടെന്ന് പിടിച്ച് നിർത്താൻ പാടില്ല. ഛർദിയും പെട്ടെന്ന് പിടിച്ച് നിർത്തരുത്, വയറ്റിളക്കവും പെട്ടെന്ന് പിടിച്ച് നിർത്താൻ പാടില്ല. ആദ്യം ഡൈജഷൻ ശരിയാക്കിക്കൊണ്ട് പിന്നീട് മാത്രമേ ഈ വയറ്റിളക്കമോ ഛർദിയോ ഉണ്ട് അതിന് നിർത്താനായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. ചികിത്സയിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ദഹന സംബന്ധമായ രോഗങ്ങളുമായിട്ട് വരുന്നത് അവരറിയുന്നില്ല, അവരെന്ത് കഴിച്ചു അല്ലെ എന്തുകൊണ്ടുണ്ടായി എന്നവർ പറയാറില്ല. വരുന്ന ദിവസം ഡോക്ടറെ എനിക്കങ്ങ് ഭയങ്കര തലയ്ക്ക് കനം തോന്നുക, തല പെരുക്കുന്നു, തല കറങ്ങുന്നു, കണ്ണിരുട്ടടയ്ക്കുന്നു, എന്തോ ഛർദ്ദിക്കാൻ വരുന്നു, ചിലപ്പോൾ ടെമ്പറേച്ചർ കാണും, പനി ഉണ്ടാകാം, ഡൈജഷൻ ഉണ്ടെങ്കിൽ പനി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നിത്യേന ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ധാരാളം, കാരണം കൊച്ചു കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെ പെട്ടെന്ന് വളർത്തുന്നതിന് വേണ്ടി മാതാക്കൾ എന്ത് ചെയ്യും, അവർ കൊടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ പാൽ കൊടുത്തു, അതിൻ്റെ കുറേ തൈര് കൊടുത്തു, അപ്പോൾ തന്നെ വിരുദ്ധാഹാരമായി. വിരുദ്ധമായിട്ടുള്ള ആഹാരം ചെന്ന് കഴിയുമ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാകും. ഇപ്പം മോര് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ മീനും കൂട്ടി കൊടുക്കും, മോൻ സ്വാദിഷ്ടമായിട്ട് കൊടുക്കും, അപ്പോൾ സ്കിൻ ഡിസീസ് ഉണ്ടാകും. അതെല്ലാം വിരുദ്ധമായ ആഹാരമാണ്, ദഹനം ശരിയാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഇത് എങ്ങനെ കൊടുക്കണമെന്ന് ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല, അമ്മമാർക്കറിയില്ല കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം.
ശരിക്കും അവർ കുഞ്ഞുങ്ങളെ അങ്ങ് മുട്ടനാക്കി വലുതാക്കി എടുക്കുക, തടിപ്പിക്കുക, ഇത് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കൊടുക്കാവുന്നതെല്ലാം വെച്ച് കൊടുക്കും. കുഞ്ഞൊന്നും കഴിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നത് ആ കുഞ്ഞിന് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ കപ്പാസിറ്റി ഉണ്ട്. ഓരോരുത്തർക്കും കഴിക്കാവുന്നതിൻ്റെ അളവിൽ മാത്രം ആഹാരം കഴിക്കുക. എക്സസൈസായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഉള്ള രോഗങ്ങളുണ്ടാവും. വരുന്നത് രോഗലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. തലപെരുപ്പ്, തലകറക്കം, കണ്ണിരുട്ടടയ്ക്കുക, വയറ് വീർത്ത് വരിക, ഛർദ്ദിക്കുക, ഇതെല്ലാമായിട്ട് ഓടി എൻ്റെ കാലങ്ങ് പൊളന്ന് കയറുന്നത്. അപ്പം നോക്കുമ്പോൾ വാദം വന്നിരിക്കും. പക്ഷേ വയറ്റത്തൊന്ന് കൊട്ടി നോക്കുമ്പോഴായിരിക്കും ഡം ഡം എന്നുള്ള സാധനം. ദഹിക്കാത്ത ഒരവസ്ഥ അവർക്ക് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, ഇൻഡൈജഷൻ ഉണ്ടാകുന്നു. അപ്പം നമ്മൾ അതിനുള്ള വയറ്റിലെ അസുഖത്തിനുള്ള മരുന്ന് കൊടുത്ത് അതിന് ദഹനക്രിയ ശരിയാക്കി കഴിയുമ്പോൾ ഈ രോഗം എല്ലാം തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ രോഗത്തിൻ്റെ സ്വഭാവം, അപ്പോൾ ഈ തലകറക്കത്തിനുള്ള മരുന്നല്ല അവിടെ ആവശ്യമായിട്ട് വരുന്നത്. കണ്ണിരുട്ടടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണിലെ അതിനുള്ള മരുന്നല്ല അവിടെ കൊടുക്കേണ്ടത്. ശരിക്കും വയറ്റിലെ അസുഖം. അപ്പോൾ അതാണ് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് രോഗകാരണം എന്ന് പറയുന്നത്. രോഗത്തിനുണ്ടാക്കുന്ന കാരണം, അതിൻ്റെ നിദാനം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഔഷധങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. രോഗങ്ങൾ ഉണ്ടാവുന്നതിന് ഒരു കാരണം നാക്കാണെന്ന് പറഞ്ഞാൽ നെറ്റിച്ചുളിക്കരുത്. പലതരം എണ്ണകളും മസാലക്കൂട്ടുകളും ചേർത്ത ഭക്ഷണത്തോട് ആർത്തി കാണിക്കുന്നവർ ലഘുവായതും പാരമ്പര്യശുദ്ധവുമായ ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്കെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഈ നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യം വരെ, ഒരു 50കളിലും 60കളിലും വരെ വളരെ ശാസ്ത്രീയമായും വളരെ ആരോഗ്യകരമായും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു മലയാളിയാണ് നമ്മൾക്കുണ്ടായിരുന്നത്. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ തൊട്ട് മുമ്പിലത്തെ തലമുറ വരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരുന്നിരുന്നത്. പക്ഷേ ഒരു 60-70ക്ക് ശേഷം പല കാര്യങ്ങളിലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതികൾ, പാചകം ചെയ്യുന്ന തരത്തിലുള്ള അത് വ്യത്യാസങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ വ്യത്യാസങ്ങൾ, പുതിയ പുതിയ വിഭവങ്ങൾ ഒരു 80കൾക്ക് ശേഷം അത് വളരെ കാതലായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് ചില ആഹാരഘടനകളിലേക്ക് താല്പര്യം കൂടുതൽ കാണിക്കുകയും നമ്മളുടെ തനത് രീതികളിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ആ മാറ്റത്തോടൊപ്പം ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കൊളസ്ട്രോൾ കുഴപ്പങ്ങൾ, രക്തസമ്മർദ്ദം ഒക്കെ തന്നെയും ഈ മാറ്റത്തോടനുബന്ധിച്ച് വന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകളും തന്നെയുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അശാസ്ത്രീയവും അനാരോഗ്യകരവുമായ ഈ പുതിയ പ്രവണതയിലേക്ക് പോയെന്നുള്ളതിന് ആർക്കും ഒരു അഭിപ്രായമില്ല. എങ്കിൽ പോലും മിക്ക അസുഖങ്ങളും ആരോഗ്യജന്യ അസുഖങ്ങളെന്ന് പറയുന്ന ഈ പ്രമേഹം തുടങ്ങിയവയൊക്കെ 80കളുടെ മുമ്പിൽ വളരെ ചെറിയ തോതിലുണ്ടായിരുന്നത് ഓരോ ദശകത്തോടൊപ്പവും വളരെ ഭയാനകമായ രീതിയിൽ കേരളത്തിൽ കൂടി വരുന്നത് ഭക്ഷണ രീതിയിൽ നമ്മൾ കാണിക്കുന്ന അനാരോഗ്യ പ്രവണതകൾ കൊണ്ടാണെന്നുള്ളതിൽ ഒരു സംശയവും വേണം.